ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ? ഞാൻ ചായ കുടിക്കണതേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഇന്ന് രാവിലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ? പണിക്കൊക്കെ പോകാനുള്ള തിരക്കിലായിരിക്കും. എല്ലാവരും ചായയൊക്കെ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇന്നലെ രാത്രി നല്ല ഇടിവെട്ടും മഴയും കറണ്ട് പോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ എന്നൊക്കെ ഒന്ന് പറയണേ. നല്ല ഇടിവെട്ടും മിന്നലൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിൽ. അപ്പോൾ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ നന്നായിട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ട് രാത്രി. നല്ല രസമാണ്. ചെടിയൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് നമ്മുടെ മന്ദാരം. അപ്പോൾ വർത്തമാനം പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണ് രാവിലത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നല്ല ചൂടുള്ള ദോശയാണ്. അങ്ങനെ ഞാൻ ചൂടോടെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതാ ചൂടോടെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശമാവ് ദേ ഇരിക്കണു. ദോശയ്ക്ക് എന്താണ് കറി എന്നൊന്ന് കാണണ്ടേ? നല്ല അടിപൊളി ലൈറ്റ് പച്ചക്കളറ് കണ്ടാ, ലൈറ്റ് പച്ചക്കളറായിട്ടുള്ള നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയാണ്. പച്ചക്കളറ് വരാൻ കാരണം കറിവേപ്പിലയും പിന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ മല്ലിയിലയില്ലേ അതൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കിയേക്കണത്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ദോശയൊക്കെ റെഡി, ചമ്മന്തിയും റെഡിയാണ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനല്ല കേട്ടോ ആദ്യം കഴിക്കണത്, ഞാൻ ആദർശിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം പണിക്ക് പോകണം, ടൈമായി. അപ്പോൾ ആദർശിന് ഞാൻ കൊടുക്കുകയാണ്. നല്ല ചൂട് ദോശയും നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയും. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുകയാണ്. അപ്പോൾ പുതിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.